നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലുമെന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയെറുക്കും എന്ന് മലയാളത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസഭ്യമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയുമാണ് ചെയ്യുന്നത്. അതോടെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും എല്ലാവർക്കും ഈ വീഡിയോ ചെയ്ത ആളെ നിയമപരമായി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. എന്നാൽ ചില സംഘപരിവാർ അനുകൂലികൾ ഇതൊരു മുസ്ലിം നടത്തിയ കൊലവിളിയായിട്ടാണ് പ്രചരണം നടത്തിയത്. പിന്നീട് പ്രധാനമന്ത്രിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഭീഷണി മുഴക്കിയ ഈ യുവാവ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി കുപ്പിവളവിൽ മിഥുൻ എന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞു. നേരത്തെ സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന മിഥുൻ 20 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന ആളാണെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇസ്ലാം മത വിശ്വാസികളുടെ വിശേഷപ്പെട്ട ദിവസമായ വെള്ളിയാഴ്ച നരേന്ദ്രമോദിയുടെ തല അറുക്കുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയത് പ്രത്യേക ലക്ഷ്യം വെച്ചാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇയാൾ മുസ്ലിം ആണെന്ന ധാരണയിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ വിദ്വേഷ പ്രചരണം ആരംഭിച്ചിരുന്നു. അതിനിടെയാണ് ഇയാൾ പരപ്പനങ്ങാടി സ്വദേശി മിഥുൻ ആണെന്ന് തിരിച്ചറിയുന്നത്. 20 വർഷമായി ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്ന് പോലീസും പറയുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കളെ അടക്കം ആക്രമിച്ചതിനെ തുടർന്ന് പരപ്പനങ്ങാടി പോലീസ് ഇയാളെ കുതിരവട്ടം ആശുപത്രിയിൽ എത്തിച്ചതായി പോലീസ് പറയുന്നു. വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുന്ന പോലീസ് പ്രതി ഒരു മാനസിക രോഗി ആയതുകൊണ്ട് ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി മോദിയെ അസഭ്യവർഷം നടത്തിയതിനു ശേഷമാണ് വെള്ളിയാഴ്ച ദിവസം തല അറുക്കുമെന്ന് ഇയാൾ പറയുന്നു. മലപ്പുറം സ്ലാങ്ങിലുള്ള ഇയാളുടെ സംസാരവും താടിയും ഒക്കെ കണ്ടതോടെ ഇയാൾ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ച് സംഘപരിവാർ വിദ്വേഷ പ്രചരണവും ആരംഭിച്ചു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇയാളുടെ വീഡിയോ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. സ്വതന്ത്ര ചിന്തകനും എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് വരെ ഇയാൾ മുസ്ലിം ആണെന്ന ധാരണയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു 10 കൊല്ലം കൂടി ഇവിടെ BJP ഭരിച്ചാൽ ഇസ്ലാമും ജിഹാദും പേപ്പട്ടികളും എന്താണ് എന്നും ഏതാണെന്നും ആരാണെന്നും നാട്ടുകാർക്ക് മനസ്സിലാകും. അതുകൊണ്ട് BJP കേന്ദ്രത്തിൽ തുടരണം, മിനിമം 10 കൊല്ലം. ഇതാണ് ആരിഫ് ഹുസൈൻ ഇട്ട ആ പോസ്റ്റിൽ പറയുന്നത്. എന്നാൽ ഇയാൾ പരപ്പനങ്ങാടിയിലെ ജനാർദ്ദനന്റെ മകൻ മിഥുൻ ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ വിദ്വേഷ പ്രചരണം ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. അതേപോലെ പ്രധാനമന്ത്രിയെ കൊല്ലും എന്ന വീഡിയോ ഇട്ട ഈ വ്യക്തി ഇപ്പോൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. തനിക്ക് ശ്രദ്ധ നേടാൻ വേണ്ടി ചെയ്തതാണെന്നും നരേന്ദ്രമോദി തന്നെ ഫോൺ ചെയ്ത് സംസാരിക്കും എന്ന് കരുതിയിരുന്നു എന്നൊക്കെയാണ് മിഥുൻ ഇപ്പോൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടാൽ ഒരു നല്ല മാനസിക രോഗിയുടെ ലക്ഷണങ്ങൾ എല്ലാം അതിൽ കാണാവുന്നതാണ്. ഒരിടയ്ക്ക് ഇയാളിടുന്ന പോസ്റ്റുകൾ എല്ലാം ഇസ്ലാം മതത്തെ അനുകൂലിച്ചുകൊണ്ടുള്ളതാണ്. മറ്റു പലപ്പോഴും താൻ സംഘപരിവാറാണെന്നും തന്റെ സഹോദരൻ RSS പ്രവർത്തകൻ ആണെന്നുമൊക്കെ ഇയാൾ തന്നെ പറയുന്നുമുണ്ട്. ഇന്നലെ വൈകിട്ട് വരെ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതേപോലെ താൻ മനോരോഗിയാണെന്ന രേഖ കയ്യിലുണ്ടെന്നും ചോദ്യം ചെയ്യുന്ന സമയത്തല്ലാതെ ഒരു നിമിഷം പോലും പോലീസ് സ്റ്റേഷനിൽ തനിക്ക് നിൽക്കേണ്ട കാര്യമില്ലെന്നും ഇയാൾ ഒരു പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. ഇയാൾ ഇനി മനോരോഗി ആയാലും ആയില്ലെങ്കിലും നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമന്ത്രിയുടെ നയങ്ങളെയും ചെയ്തികളെയും ഒക്കെ വിമർശിക്കാം. എന്നാൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വധിക്കും എന്ന പ്രഖ്യാപനം എതിർക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് നേരെയുള്ള അസഭ്യം പറച്ചിലും. എന്തായാലും ഇയാളെ തിരിച്ചറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണങ്ങളും പരസ്പരമുള്ള വെല്ലുവിളികളും കൈവിട്ടു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയേനെ.